അല്ലാണ്ട് തന്നെ നമുക്ക് വേണ്ട ഒരു ലൊക്കേഷൻ നമുക്ക് പിടിക്കാം. നമ്മൾ സ്ഥിരമായി അടുക്കള എടുക്കുന്ന ആൾക്കാരാണ്. സോ നമുക്ക് അടുക്കള തന്നെ പിടിക്കാം. ഈ ഗ്യാസ് കുറ്റിയാണ് ഗൈസ്. ഈ ഗ്യാസിലാണ് ഈ ഇരിപ്പടം മെയിനായിട്ട് ഗൈസ്. അങ്ങനെ ഇന്ന് വരുമെന്ന് പറഞ്ഞു. ഇന്ന് ഞാൻ വന്നു. ഇന്നലെ വരുമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ വന്നു. മെനഞ്ഞാന്ന് വരുമെന്ന് പറഞ്ഞു. മെനഞ്ഞാന്ന് ഞാൻ വന്നു. എനിക്ക് ഒട്ടും ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളിൽ വരുമെന്ന്. ബട്ട് സ്റ്റിൽ എനിക്ക് പറഞ്ഞാൽ നല്ല ആഗ്രഹമാണ്. സോ ഞാൻ ഇരുന്നിട്ട് വരും ഗൈസ്. ഗൈസ് കുഞ്ഞാറ്റുണ്ടാക്കുന്ന സ്റ്റിക്കറുകളാണ് ഗൈസ്. എന്താണ് ഓക്കെ ഗൈസ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് പിടിക്കുന്നത്. എന്താണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടൺ അടിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അമ്മ കൊണ്ടുപോ. താമരക്കാരി ആരുണ്ട്? ഇത്ര പേരുണ്ട്. നമുക്ക് ഈ ബഹളത്തിനിടയിൽ നിന്ന് ഒഴിഞ്ഞു മാറാം ഗൈസ്. ബിക്കോസ് നമ്മൾ ശാന്തത ആവശ്യപ്പെടുന്ന ആൾക്കാരാണ്. സോ നമുക്ക് എന്ത് വേണം? ശാന്തത വേണം. നമുക്ക് ശാന്തത തേടി തേടി ഞാൻ വന്നു പെട്ടിരിക്കുന്നത് ഈ ഒരു റൂമിലേക്കാണ്. നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് ശാന്തത ലഭിക്കുന്ന ഒരു ഇടമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു. ആയതിനാൽ നമുക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെയും ശാന്തത കടത്താനായിട്ട് ആരും വരില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഗൈസ് വെൽക്കം ബാക്ക് ടു ശ്രേയ സ്റ്റുഡിയോ. വന്നവർക്ക് നിങ്ങൾ കമന്റ് ചെയ്യൂ. മ്യൂട്ടായി പോട്ടടക്കിടക്ക്. നമ്മുടെ ലൈവിൽ ആരുമില്ലല്ലോ ഗൈസ്. ഭയങ്കര സുഖം. റിച്ചു വ്ലോഗ്. ഹായ് റിച്ചു. അതിരഞ്ജലി പറയുന്നു. റിച്ചൂസ് വ്ലോഗ് ഹായ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണല്ലേ റിച്ചൂസ് വ്ലോഗ്? ഇതിനു മുമ്പുണ്ടോ? ഓർക്കുന്നുണ്ട്. ഞാനും എവിടേക്ക് ഓർക്കുന്നുണ്ട് കമന്റിലൊക്കെ. പക്ഷെ ഇവർ തന്നെയാണെന്ന് അറിയില്ല. നമുക്ക് ഇവിടെ ഗ്രീൻ സ്ക്രീൻ ഉണ്ടല്ലോ പക്ഷെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ എടുത്ത് നോക്കിയാലോ? അപ്പൊ എങ്ങനെ വരും? എനിക്കറിയത്തില്ല. ഞാൻ നമുക്കൊന്ന് മലനാട്ടിൽ പോയി സഞ്ചരിച്ചാലോ ഗൈസ്? നോക്കൂ ഗൈസ്, ഇതാണ് എന്റെ ഇപ്പോഴത്തെ മുറ്റം. നിങ്ങളോട് ഞാൻ ഓർക്കില്ല ഇത് പറയണം എന്ന്. ആക്ച്വലി ഇതൊരു പുഴയോ കായലോ ഒന്നുമല്ല, ഇതെന്റെ മുറ്റമാണ്. ഓക്കെ, ഞാൻ ഗ്രീൻ സ്ക്രീൻ ഇട്ട് നിങ്ങളെ കാണിക്കണം എന്ന് ഓർത്താണ്. ഇത് ഞാന് ശ്രീമോള് പിന്നെ ഇത് കുഞ്ഞാറ്റയൊക്കെയാണ്. ഇതാണ് എൻ്റെ മുറ്റം. ഓക്കെ, നിങ്ങളൊക്കെ വിചാരിക്കും ചിലപ്പോൾ എന്നോട് ചോദിക്കും ഇതെന്താ കായലോ, ഇതെന്താ ഇത് ഇവിടെയാ നിങ്ങൾ ഇതെന്താ ഹൗസ് ബോട്ടോ എന്നൊക്കെ ചോദിക്കുന്നോട്. അങ്ങനെയുള്ളവർക്കൊരു ഇത് പറയുന്നത് ഇത് ആക്ച്വലി എൻ്റെ മുറ്റമാണ്. ഇതെപ്പോഴും ചെള്ള കയറി കിടക്കാറാണ് പതിവ്. ഇങ്ങോട്ട് വരരുതേ. ലൈവ് ആവാന്നല്ലേ? ലൈവ് അങ്ങനെ കാണാൻ ആ ദീപസിന്റെ ഫോൺ ബാബ ലൈവ് കട്ടാവൂല കുഞ്ഞുള്ളത്. അപ്പൊ ഞാൻ പറയട്ടെ ചിത്രങ്ങൾ ബഹളം വെക്കല്ലേ. അപ്പൊ ഞാൻ പറയട്ടെ, ഇത് ആക്ച്വലി എന്റെ മുറ്റമാണ്. ഓക്കെ, ഈ ഇവിടെ കിടക്കുന്ന കല്ലുകൾ എന്ന് പറയുന്നത് നിങ്ങൾ മിണ്ടരുത് പറയട്ടെ. ഞാൻ ഇവിടുന്ന് കണ്ടാ മതി, വേണ്ട കൊച്ചിനെ കാണിക്കണ്ട, കൊച്ചിന് ലൈവ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, ഇതിപ്പോ ഇത് ആക്ച്വലി എന്റെ മുറ്റം ഇവിടെ ഇട്ടേക്കുന്ന ഈ കല്ലുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഈ ഇടവഴിയിലൂടെ സഞ്ചരിച്ച് മെയിൻ റോഡിലോട്ട് എത്താൻ വേണ്ടിട്ട് നമ്മൾ ഇട്ടേക്കുന്ന കല്ലുകളാണ് ഇത്. ആക്ച്വലി ഇത് മുങ്ങിയിട്ട് ഇതിന്റെ മേളിൽ വെള്ളം വരാറാണ് പതിവ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്